അസ്സലാമു അലൈക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വാരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ടോട്ടൽ കോസ്റ്റും എന്താണെന്ന് പഠിച്ചു. ഈ ക്ലാസ്സിന് പഠിക്കാൻ പോകുന്നത് ഇവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അതായത് വെൻ ഔട്ട്പുട്ട് ഈസ് സീറോ, അതായത് ഉൽപ്പന്നം പൂജ്യമാകുമ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്താണ്? 20 ആണ്. അതായത് ഔട്ട്പുട്ട് ഈസ് സീറോ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് 20. ഔട്ട്പുട്ട് സീറോ ആകുമ്പോഴും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 20 തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ വെൻ ഔട്ട്പുട്ട് ബിക്കം 13, ഔട്ട്പുട്ട് 13 ആകുമ്പോഴും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ത് തന്നെയാണ്? 20 തന്നെയാണ്. അതായത് ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ ഒരു ചേഞ്ചുമില്ല. നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം, അതിനാവശ്യമായിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അതെപ്പോഴും റിമെയിൻ സെയിം തന്നെ ആയിരിക്കും, അതിൽ മാറ്റം ഉണ്ടാകില്ല. മൊത്തം സ്ഥിര ചെലവ്, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതായത് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. വെൻ ഔട്ട്പുട്ട് ഈസ് സീറോ, ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 20 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും, അതായത് മൊത്ത ചെലവും എന്ത് തന്നെയാണ്? 20 തന്നെയാണ്. പക്ഷെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്താണ് വരുന്നത്? 0 ആണ്. അതായത് ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് 0, പക്ഷെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് സെയിം ആയിരിക്കും. അതായത് 20 തന്നെയാണ്. അതുപോലെ തന്നെയാണ് ടോട്ടൽ കോസ്റ്റ് 20 തന്നെയാണ്. അതായത് ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക. അതായത് 1, 2, 3, 4 അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉൽപ്പന്നം. ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ആർ ഇൻക്രീസസ്. പക്ഷേ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് അല്ലേ? അതായത് ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. പക്ഷേ നമുക്ക് നോക്കി, ഇവിടെ ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് 0, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് 20. ദെൻ ഔട്ട്പുട്ട് 1 ആയി, അതായത് ഉൽപ്പന്നം 1 ആയി. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് 10 ആയി. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് 30യുമായി. 3 ആയിരിക്കുമ്പോൾ വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 19ൽ നിന്നും 27 ആയി, 39ൽ നിന്ന് 47 ആയി. അതുപോലെ തന്നെ വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ 27ൽ നിന്ന് 34 ആയി, 47ൽ നിന്ന് 54 ആയി. അതായത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടോട്ടൽ വാരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. പക്ഷേ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, മൊത്തം സ്ഥിര ചെലവ്, അത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഷേപ്പ് ഓഫ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് കർവ്സ്. അതായത് ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും ടോട്ടൽ വാരിയബിൾ കോസ്റ്റിൻ്റെയും ടോട്ടൽ കോസ്റ്റിൻ്റെ ഷേപ്പ് എന്താണ് ഇതിൻ്റെ വക്രം എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഒരു ഡയഗ്രം വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലൈൻ വരച്ചിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും അടയാളപ്പെടുത്തുക. അത് ഏത് ഡയഗ്രം ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ് ആക്സിസും വൈ ആക്സിസും അടയാളപ്പെടുത്തണം. എന്നിട്ട് എക്സ് ആക്സിസിൽ എന്താണോ അത് എഴുതുക, വൈ ആക്സിസിൽ എന്താണോ അത് എഴുതുക. നമ്മുടെ ഈ ഡയഗ്രത്തിൽ, ഇൻ ദിസ് ഡയഗ്രാം, ഔട്ട്പുട്ട് ഈസ് മാർക്ക്ഡ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് കോസ്റ്റ് ഓൺ ദി വൈ ആക്സിസ്. നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ, അതായത് ഈ ഒരു ഡയഗ്രത്തിൽ ഔട്ട്പുട്ടാണ് എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എക്സ് ആക്സിസിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഔട്ട്പുട്ടായിട്ടുള്ള ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? കോസ്റ്റ് ആണ്. ഓക്കെ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പാരലൽ ടു എക്സ് ആക്സിസ് എന്നാണ് പറയുന്നത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന വക്രം എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. പാരലൽ എന്ന് പറയുന്നത് എന്താണ്? സമാന്തരമാണ്. ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇതാണ് എക്സ് ആക്സിസിൻ്റെ ലൈന്. കണ്ടോ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എക്സ് ആക്സിസിനോട് സമാന്തരമാണ്. കറക്റ്റായിട്ട് ഒരേ അളവിൽ തന്നെയല്ലേ പോകുന്നത്? അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. മനസ്സിലായി? അടുത്ത പോയിന്റ്,
ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി ഒറിജിൻ. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഈസ് 0, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഈസ് 0. നമ്മൾ പറഞ്ഞു ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന വക്രം 0-ൽ നിന്ന് തുടങ്ങുന്നു. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉൽപ്പന്നം 0 ആണെങ്കിൽ ടോട്ടൽ വാരിയബിൾ കോസ്റ്റും 0 ആയിരിക്കും. നമ്മൾ ആ ടേബിളിൽ പറഞ്ഞു ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഈസ് 0, എന്ത് 0 ആയിരിക്കും? സോറി, ഔട്ട്പുട്ട് ഈസ് 0, ടോട്ടൽ വാരിയബിൾ ഈസ് റിമെയിൻ 0. അതായത് ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റും 0 ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഔട്ട്പുട്ട്, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഇവിടെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും ഇവിടെ. ഇതാണ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റിൻ്റെ വക്രം അല്ലെങ്കിൽ കർവ് എന്ന് പറയുന്നത്. ഇവിടെ ഔട്ട്പുട്ട് 0 ആണ് അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതും 0 ആണ്. മനസ്സിലായി? അതായത് ടോട്ടൽ കോസ്റ്റ് ഇവിടെ എക്സ് ആക്സിസിൽ നോക്കിക്കോ, ടോട്ടൽ വാരിയബിൾ കോസ്റ്റിൻ്റെ കർവ് ആണിത്. അപ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കുമ്പോൾ അതിന് വരുന്ന കോസ്റ്റ്, അതായത് ഇതും 0 ആയിരിക്കും, കോസ്റ്റും 0 ആയിരിക്കും. അപ്പോൾ എന്താണ്? ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് 0 ആണ്, അതുപോലെ തന്നെ എന്തും 0 ആണ്, ഔട്ട്പുട്ടും 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് പോയിന്റ്. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് കർവ്സ് ഹാവ് ആൻ ഇൻവേർട്ടഡ് എസ് ഷേപ്പ്. അതായത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനും ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന വക്രത്തിനും തല തിരിഞ്ഞ എസ് ആകൃതിയാണ് ഉള്ളത്. ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ടോട്ടൽ വാരിയബിൾ കോസ്റ്റിൻ്റെ ഷേപ്പ് ഇത് ഇങ്ങനെയാണ്. ടോട്ടൽ കോസ്റ്റിൻ്റെയും അതേ ഒരു അളവിലാണ്. അതായത് നമ്മൾ എസ് എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് എസ് എഴുതുന്നത്. സോ അത് തിരിച്ചിടുന്ന ഒരു ഷേപ്പ് അല്ലേ? ആ ഒരു ഷേപ്പ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടോ എസ് എന്ന ആകൃതിയിലുള്ള ഒരു ഇൻവേർട്ടഡ് ഷേപ്പാണ് എന്തിനുള്ളത്? ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനും ടോട്ടൽ കോസ്റ്റിനും ഉള്ളത്. ഇനി നമുക്ക് ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ആവറേജ് വാരിയബിൾ കോസ്റ്റ് അഥവാ ശരാശരി വിഭേദക ചെലവ്. അതായത് ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഈസ് ദി വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതായത് ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും വിഭേദക ചെലവാണ്. അതായത് വാരിയബിൾ കോസ്റ്റ് ആണ് ഓരോ യൂണിറ്റിൻ്റെയും പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ടിൻ്റെ, അതായത് ഉൽപ്പന്നത്തിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും പെർ യൂണിറ്റിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും വിഭേദക ചെലവാണ് വാരിയബിൾ കോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവറേജ് വാരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് കാണാൻ നോക്കാം. അതായത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ ആണ്. അതായത് ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എന്താ? ഔട്ട്പുട്ടാണ്. ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കാണാനായിട്ട് സാധിക്കും. പറ്റില്ലേ? അപ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനെ ഇവിടെ നിർത്തുക. ടോട്ടൽ വാരിയബിൾ കോസ്റ്റിനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ ക്യൂവിനെ നമുക്ക് മാറ്റണ്ടേ? ഈ ക്യൂ ഈക്വൽസ് ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വന്ന എന്തായിരിക്കും? ഇൻറ്റു ആയിരിക്കും. അപ്പോൾ എന്ത് നമുക്ക് കിട്ടും? ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആവറേജ് വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കാണാൻ പഠിച്ചുല്ലോ. അതായത് ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് 2 ലെവലിലായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതായത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റിൻ്റെ അടിയിലുള്ള ക്യൂവിനെ ആവറേജ് വാരിയബിൾ കോസ്റ്റിൻ്റെ ഈക്വൽസിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഇൻറ്റു ക്യൂ ആണ്. അതായത് ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഇൻറ്റു ഔട്ട്പുട്ടാണ്. ഇനി നോക്കിക്കേ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ ഫേം പ്രൊഡ്യൂസസ് 10 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഈസ് 70, ദെൻ ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്താണെന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിന് 10 യൂണിറ്റ് ഉൽപ്പന്നം ഉണ്ടാക്കാൻ, അതായത് 10 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വിഭേദക ചെലവ്, അതായത് നമ്മുടെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 70 ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ആവറേജ് വാരിയബിൾ കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ, അതായത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ടാണ്. നമുക്ക് രണ്ടും കൂടെ തന്നിട്ടുണ്ട്. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് 70 ആണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് 10 ആണെന്ന് തന്നിട്ടുണ്ട്.
സോ നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 70/10 ഈക്വൽസ് ടു 7 കിട്ടും. ഇനി നെക്സ്റ്റ് വൺ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. നേരത്തെ ആവറേജ് വാരിയബിൾ കോസ്റ്റ് ആണ് കേട്ടോ പഠിച്ചത്. ഇനി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ദി ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതായത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞത് ആവറേജ് വാരിയബിൾ കോസ്റ്റ് ഈസ് ദി വാരിയബിൾ കോസ്റ്റ് ആണ്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ദി ഫിക്സഡ് കോസ്റ്റ് ആണ്. അതായത് ഉൽപ്പന്നത്തിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും സ്ഥിരം ചിലവാണ്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ഉൽപ്പന്നത്തിന് ഒരു ചിലവുണ്ടായിരിക്കും. അത് ഏത് കാലത്തും റിമെയിൻ സെയിം ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഭേദക ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റും കാണാം, ആവറേജ് ഫിക്സഡ് കോസ്റ്റും കാണാം. അതിൻ്റെ ഇക്വേഷനാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു സ്ഥാപനം 8 യൂണിറ്റ് ഉണ്ടാക്കിയപ്പോഴുള്ള സ്ഥിര ചെലവ് 800 ആണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്? നമുക്കിവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, 800 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് 800 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, 800 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 100 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. ഇനി നമുക്ക് നോക്കാം ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, അതായത് SAC എന്താണെന്ന് നോക്കാം. അതായത് ഹ്രസ്വകാല ശരാശരി ചെലവ്. ഇതിനെ തന്നെ നമ്മൾ ആവറേജ് കോസ്റ്റ് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ ദി ഷോർട്ട് റൺ ഈസ് കോൾഡ് SAC. അതായത് ഹ്രസ്വകാലയളവിൽ ഉൽപ്പന്നത്തിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും ചിലവാണ് ഹ്രസ്വകാല ശരാശരി ചെലവ്. അതായത് ഓരോ യൂണിറ്റിൻ്റെയും പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ ദി ഷോർട്ട് റൺ. അതിൻ്റെ ചെലവിനെയാണ്, കോസ്റ്റിനെയാണ്. അതായത് ഷോർട്ട് റണ്ണിലുള്ള ഹ്രസ്വകാല അളവിലുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും ചിലവാണ് ഹ്രസ്വകാല ശരാശരി ചെലവ് എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? ടോട്ടൽ കോസ്റ്റ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ Q ഈക്വൽസിൻ്റെ ഇപ്പുറത്തേക്ക് പോയാൽ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അഥവാ ആവറേജ് കോസ്റ്റ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. To produce 10 units, a producer needs ₹100 as total fixed cost and ₹250 as total variable cost. What is the SAC എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ഉൽപ്പാദകന് ഒരു സാധനത്തിൻ്റെ 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ 100 രൂപ സ്ഥിര ചെലവും അതുപോലെ തന്നെ 250 രൂപ വിഭേദക ചെലവുമാണെങ്കിൽ ഹ്രസ്വകാല ശരാശരി ചെലവ് എത്ര? നമുക്കറിയാം എന്താണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ആവറേജ് വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്തതാണെന്ന് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ആണ്. അതായത് 100 + 250 = 350 എന്ന് കിട്ടും. ടോട്ടൽ കോസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവ രണ്ട് തമ്മിലും ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇനി ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ Q കാണാം. അതാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് അഥവാ AC എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ Q, ദാറ്റ് മീൻസ് 350 ഡിവൈഡഡ് ബൈ 10 = നമുക്ക് എന്ത് കിട്ടും? 35 കിട്ടും. അടുത്തത് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. എന്താണ് ഹ്രസ്വകാല സീമാന്ത ചെലവ് എന്ന് പറയുന്നത്? ഒരു സാധനത്തിൻ്റെ ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് വഴി ആകെ ചെലവിൽ ഉണ്ടാകുന്ന മാറ്റം. നമ്മൾ പറയാറുണ്ട് മാർജിനൽ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് അധികം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ എന്ന് പറയുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഒരു സാധനത്തിൻ്റെ ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് വഴി ആകെ ചെലവിൽ ഉണ്ടാകുന്ന മാറ്റം, ചെലവിലാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ ചെലവിലുണ്ടാകുന്ന മാറ്റം അഥവാ കോസ്റ്റിലുണ്ടാകുന്ന മാറ്റം. ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് വൺ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റിലുണ്ടാകുന്ന ഒരു ചേഞ്ചിനെയാണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇക്വേഷൻ കാണാനായിട്ട് സാധിക്കും. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഈക്വൽസ് ടു ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്, അതായത് മൊത്തം ചെലവിലെ മാറ്റം, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്, അതായത് ഉൽപ്പന്നത്തിൻ്റെ അളവിലെ മാറ്റമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അഥവാ ചേഞ്ച് ഇൻ
ചേഞ്ചിൻ എന്ന് പറയുന്നതിൻ്റെ ചിഹ്നമാണ് ഈ ത്രികോണം പോലുള്ളത്. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ടി ഇസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്യൂ.